നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം ഞാൻ വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം ജെറമ്യാ പ്രവചനം അതിൻ്റെ 32-ാം അധ്യായം 17-ാം വാക്യമാണ്. ജെറമ്യാ ചാപ്റ്റർ 32 വേഴ്സ് 17. അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എവറിതിങ് ഈസ് പോസിബിൾ ത്രൂ അവർ മൈറ്റി ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ആരും ഈ ഭൂമി കാണില്ല. ശക്തരായ നേതാക്കൾ എന്ന് നമുക്ക് തോന്നുന്ന പല വ്യക്തികൾ ഈ ഭൂമിയിൽ കാണും. രാഷ്ട്രീയ രംഗത്ത് അവർ ശക്തന്മാരായിരിക്കാം, എന്നാൽ അവർക്കും പ്രശ്നങ്ങളുണ്ട്. വിമർശനങ്ങൾ അവരെയും നേരിടും. എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യരും ലോകത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു ജീവിതം നയിക്കുന്നു എങ്കിൽ നമുക്ക് അനുഗ്രഹീതമായ ജീവിതം നയിപ്പാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളെക്കാളും നമ്മുടെ ദൈവം ശക്തനാണ്, നമ്മുടെ ദൈവം വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് അസാധ്യങ്ങളെന്ന് തോന്നുന്നതും പ്രതികൂലങ്ങളെന്ന് തോന്നുന്നതുമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ ചിന്തിക്കും, എൻ്റെ കുടുംബത്തിലുള്ള ആളുകളുടെ സ്ഥിതിയെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയില്ല, രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരെ രക്ഷയിലേക്ക് നയിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇതുവരെ ശരിയാകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കാം. എന്നാൽ ദൈവത്തിന് അതും സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് വ്യക്തിയുടെയും മാനസാന്തരം ദൈവം കാക്ഷിക്കുന്നു. ദുഷ്ടൻ്റെ മരണത്തിലല്ല, അവൻ്റെ മാനസാന്തരത്തിൽ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചാർച്ചയിൽ, നമ്മുടെ പരിചയക്കാരിൽ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ മടുത്തു പോകേണ്ട കാര്യമില്ല. ദൈവം അവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കും. ഹല്ലേലൂയ. രോഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ചില രോഗങ്ങൾ മരണത്തിന് വേണ്ടിയാണ്. നമുക്ക് ദാമും ദൈവവുമായിട്ടുള്ള ജീവനെയും മരണത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയായിട്ടത് ആക്കി തീർക്കാറുണ്ട്. എന്നാൽ അല്ലാതുള്ള രോഗങ്ങളൊക്കെ സൗഖ്യം വരുത്തി സഹായിപ്പാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരത്തിനാവശ്യമായ ആരോഗ്യം, സൗഖ്യം നൽകി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിക്കും, എൻ്റെ ചുറ്റുപാടുമെല്ലാം അന്ധകാരപൂരിതമാണ്, നോക്കിയിട്ട് പ്രശ്നങ്ങളെ ഉള്ളൂ. നിശ്ചയമായിട്ടും അതിന് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവം കഴിവുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നു, നത്തിങ് ഈസ് ടു ഹാർഡ് ഫോർ അവർ ലോർഡ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവൻ്റെ കരം ബലമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇന്ന് അമേരിക്ക എങ്ങനെയാണോ അതുപോലെ ഒരു സൂപ്പർ പവറാണ് പഴയ നിയമകാലത്ത് ഈജിപ്റ്റ്, അന്നത്തെ സൂപ്പർ പവർ. അവിടെ കുറേ അടിമകളുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും സാധാ രീതിയിലില്ല. എന്നാൽ അവിടുത്തെ ഫറവോയോട് ഇടപെട്ട് മോശയെ ഉപയോഗിച്ച് ആ ജനത്തിന് വിടുതൽ കൊടുക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, റെഡ് സീ അവർക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ, മതിൽ പോലെ ജലത്തെ നിർത്തുവാൻ പര്യാപ്തമായ ഭുജബലം ദൈവത്തിൻ്റെ ഭുജബലമാണ്. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് രീതിയിൽ അവൻ രക്ഷപ്പെടാൻ കഴിയും? സിംഹങ്ങളുടെ ഗുഹയിൽ അവൻ അകപ്പെട്ടിരിക്കുകയാണ്. ദാനിയേലിൻ്റെ മനോഭാവം ഇങ്ങനെയാണ്, എൻ്റെ ദൈവത്തിന് തീയിൽ നിന്ന് മറ്റെബ്രായ ബാലന്മാരെ വിടുവിച്ചതുപോലെ വിടുവിപ്പാൻ കഴിയും. വിടുവിച്ചില്ലെങ്കിലും എനിക്കതിന് പ്രശ്നമില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുമെന്നുള്ള മനോഭാവമാണ് ദാനിയേലിനുണ്ടായിരുന്നത്. എന്നാൽ ദാനിയേലിനെ കൊണ്ട് ചില കാര്യങ്ങളോട് ദൈവത്തിന് പ്രവർത്തിപ്പിക്കാനുണ്ടായിരുന്നത് കൊണ്ട് അവങ്കിലേക്ക് നോക്കിയവരെ ലജ്ജിപ്പിക്കാത്ത ദൈവം ദാനിയേലിനെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണാം. ഈ ലാസറിൻ്റെ സഹോദരിമാർ യേശുവിൽ വളരെ പ്രത്യാശ വെച്ചവരാണ്. അവർ യേശുവിൻ്റെ ശിഷ്യരായിരുന്നു. ഞാൻ അപ്പോസ്തലന്മാരുടെ ഗണത്തിലല്ല അവരെ പെടുത്തുന്നത്, അവർ ശിഷ്യരാണ്.
യേശുവിനെ അനുഗമിക്കുന്നവരാണ്. ലാസറാണെങ്കിൽ യേശുവിൻ്റെ സ്നേഹിതനെന്നാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി. അപ്പോൾ ലാസർ യേശുവിൻ്റെ ഒരു വലിയ അടുത്ത സ്നേഹിതനാണ്, സുഹൃത്താണ്. നമ്മൾ ലാസറിനെ കുറിച്ചുള്ള വലിയ ചരിത്രങ്ങളൊന്നും കാണുന്നില്ല. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, യേശു എന്തിനാണ് ഇവനെ ഉയർപ്പിച്ചത്? അവനെ കൊണ്ട് ഒരു കാശിന് ഗുണം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഒന്നും അവനെക്കുറിച്ച് കാണുന്നില്ല എന്ന് പറയുകയുണ്ടായി. എന്നാൽ മരിച്ചവനെ ഉയർപ്പിച്ചതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ അന്ന് തന്നെ ഇടയാക്കിയെങ്കിൽ, സൈപ്രസിലേക്ക് പോയ ആദ്യ സുവിശേഷകന്മാരുടെ കൂട്ടത്തിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ലാസർ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് സൈപ്രസിൽ തൻ്റെ ജീവകാലം മുഴുവൻ പ്രവർത്തിച്ചെന്നും സൈപ്രസിനെ ക്രിസ്തീയ രാജ്യമാക്കി തീർക്കുവാൻ അവനെയും അവനോട് കൂടെയുള്ളവരെ ഉപയോഗിച്ചുവെന്നും തുടർന്ന് ബർന്നബാസും മർക്കോസും കൂടി അവിടെ കടന്നു ചെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ശക്തീകരിച്ചെന്നും ആ സൈപ്രസ് മൊത്തം ക്രിസ്ത്യാനികളായി തീരത്തേക്കാണ് അവിടെ ഇടപെട്ടതായിട്ടൊക്കെ ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുന്നവനാണ്. അവൻ്റെ ഭുജബലം വലുതാണ്. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതൊരു അതിശയമൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ മനോഭാവമാണ്. ഇവർ പട്ടിണിയായിട്ട് പോയാൽ ഇവർ തളർന്നു പോകും. ഒരത്ഭുതം കാണിക്കണമെന്നൊന്നും കർത്താവിന് അവിടെ വലിയ ഉദ്ദേശമൊന്നുമില്ല. എന്നാൽ ഈ ജനത്തെ ഓർക്കുമ്പോൾ ഒരു കമ്പാഷൻ. ഈ യേശു എന്തെങ്കിലും അത്ഭുതം ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഹി മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അവൻ സഹതാപത്തോടെ അവരെ കാണുക. ആ സഹതാപത്തോടുകൂടെ കാണുകയും അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഹി മൂവ്ഡ് വിത്ത് കമ്പാഷൻ. ഇവർ തളർന്നു പോകും വഴിയിൽ. എന്നിട്ട് എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? 5 അപ്പം 2 മീൻ. നമുക്കറിയാം, എല്ലാ കുഞ്ഞിലെ തൊട്ട് സൺഡേ സ്കൂൾ തൊട്ട് പഠിക്കുന്നതാണ്, കിൻഡർ ഗാർഡൻ തൊട്ട്. അവരെ ഇരുത്തിക്കോളാൻ പറഞ്ഞു. യേശു അത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. ഈ 5000 പുരുഷന്മാരടങ്ങുന്ന വലിയ സംഘം മുഴുവൻ ഭക്ഷിച്ച് തൃപ്തിയാകുവാണ്ടൊക്കെ വേണം കർത്താവ് അതിനെ വലുതാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ട് എന്തുള്ളൂ? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ജയൻസ് ആ കനാൻ ദേശത്ത് കണ്ടപ്പോൾ അവർക്ക് ഭയമായി തീർന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? ആ പ്രദേശത്ത് അനാഖ്യ മല്ലന്മാർ, അതായത് നെഫിലിംസ്. ജലപ്രളയത്തിന് മുമ്പ് നോഹയുടെ കാലത്തുണ്ടായിരുന്നതുപോലെയുള്ള നെഫിലിംസ് അതികായന്മാരായിട്ടുള്ള ധീര യോദ്ധാക്കളായിട്ടുള്ള ശക്തന്മാരാ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് അവിടെ കാണുന്നു. എന്നാൽ അവരെയൊക്കെ കീഴടക്കി ജയിപ്പാൻ ദൈവമിടയാക്കി. അതിനുശേഷം നമുക്കറിയാം, അനാഖ്യരുടെ മല്ലനായിരുന്ന ഗോലിയാത്തിനെ വീഴിക്കുവാൻ, അവനെ കൊല്ലുവാൻ തക്കവണ്ണം ദാവീദിനെയൊക്കെ ദൈവം കരങ്ങളിലെടുത്തതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ശക്തിയൊന്നും ദൈവത്തിൻ്റെ മുമ്പിലൊരു വിഷയമല്ല. നമ്മുടെ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും, അതിശയങ്ങളെ പ്രവർത്തിപ്പാൻ കഴിയും. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മളെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ദൈവമാണ് മനുഷ്യനായി ജഡം ധരിച്ച് ക്രിസ്തുവായി വെളിപ്പെട്ടത് എന്ന് നമ്മൾ സങ്കീർത്തനത്തിലൂടെ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ഈ യേശു പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് ലോക അവസാനത്തോളം, ആകയാൽ ഭയപ്പെടേണ്ട എന്നുള്ള വാഗ്ദത്തമാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ നമുക്കൊരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ ഹാവിങ് ആൻസൈറ്റി ഇൻ യുവർ ഹാർട്ട്, the Lord is more than able to solve the problem you are facing in your life. Hallelujah. നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ പരിഹരിപ്പാൻ, വിഷയത്തിന് പരിഹാരം നൽകുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ വിശ്വാസം ക്ഷയിക്കുന്നുവോ ക്ഷീണിക്കുന്നുവോ എന്ന് തോന്നിപ്പോകുന്ന ഘടകങ്ങൾ കാണും. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം, എൻ്റെ വിശ്വാസം കുറവാണോ എന്ന് ചിന്തിക്കുന്ന സമയങ്ങൾ കാണും. വിശ്വാസം തന്നെ വീക്കായി തീർന്നു എന്ന് തോന്നുന്ന അവസ്ഥകൾ കാണാം. എന്നാൽ ആ സമയത്ത് നമ്മളെ കൈതാങ്ങി ശക്തീകരിച്ച് ഉയർത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന് ജീവനുള്ളിടത്തോളം നമ്മുടെ പ്രത്യാശ അവനെക്കുറിച്ചുള്ളത് കളയരുതെന്നാണ് ദൈവവചനം പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും നമുക്ക് പ്രത്യാശയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് മാറ്റം വരുത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയും.
നമ്മൾ മോശക്കാരെന്ന് കരുതുന്ന പലരെയും കർത്താവ് ക്ഷമിച്ചിട്ട് വർഷങ്ങളായി. എന്നാലും മുൻവിധിയോടുകൂടെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ദൈവത്തിന് പരിവർത്തനം ചെയ്യുവാൻ കഴിവുണ്ട്. അവർ പരിവർത്തനപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ പരിവർത്തനത്തിലേക്ക് വഴി നടത്തുവാനും ദൈവം ഇച്ഛിക്കുന്ന ദിശയിലേക്ക് അവരെ കൊണ്ടുവരുവാനും ദൈവത്തിന് കഴിയും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുവാനിടയാകണം. ഈ പകൽക്കാലം യേശുവിലേക്ക് നോക്കുന്നവരെ ലജ്ജിപ്പിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. നമ്മൾ ശക്തി വിഹീനരായി എന്ന് നമുക്ക് തോന്നാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്ട്രെങ്ത് എല്ലാം പോയി. ആത്മീയ ജീവിതത്തിൽ ശരീരത്തിലും രോഗമൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് പോയതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ശരീരത്തിൻ്റെ സ്ട്രെങ്ത് പോയാൽ അവിടെ ശക്തി പകരുവാൻ, നമ്മുടെ മനസ്സിനെ ശക്തി പോയാൽ അതിനെ വ്യത്യാസപ്പെടുത്തി നമ്മുടെ മനസ്സിന് ശക്തി നൽകുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഉയർത്തി ശക്തി പകരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രശ്നങ്ങൾ നാം നോക്കുമ്പോൾ വലിയതാണ്, എന്നാൽ ദൈവത്തിന് പരിഹരിക്കാൻ വയ്യാത്തൊരു പ്രശ്നവും ലോകത്തിലില്ല എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. ശത്രു എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ ഭയത്തിൽ കീഴ്പ്പെടുത്തണമെന്നുള്ളതാണ്. യുദ്ധം ചെയ്യുമ്പോൾ തന്നെ ഗോലിയാത്തിൻ്റെ ശ്രമം നമുക്കറിയാം. ഗോലിയാത്തിന് വളരെ ശക്തിയുണ്ട്. അവൻ ആദ്യം ഉപയോഗിക്കുന്നത് ഇവൻ്റെ ബലഹീനത എടുത്തു കാണിക്കുക. ദാവീദിൻ്റെ ബലഹീനത എടുത്തു കാട്ടി, നിനക്ക് ഒന്നുമില്ല, നീ ഒരു നായെപ്പോലെ ഉള്ളൂ എന്ന് അവനെ കാണിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം. നമ്മുടെ ദൈവം ആ ചെറിയ ദാവീദിൻ്റെ മേൽ ശക്തി പകർന്ന ദൈവമാണ്. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. 2 തിമോത്തി chapter 1 verse 7. 2 തിമോത്തി 1:7 വായിച്ചാട്ടെ. Second Timothy chapter 1 verse 7. സുബോധത്തിൻ്റെ അതെ അതെ. അപ്പം നമ്മുടെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമ്മിലേക്ക് പകർന്നിരിക്കുന്നത്. നമ്മിലേക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത് ശക്തിയുടെ ആത്മാവാണ്, ശക്തീകരിക്കുന്ന ആത്മാവാണ്, അത് സ്നേഹം പകരുന്നത് ആത്മാവാണ്, അത് സുബോധം നൽകുന്ന ആത്മാവാണ്. ഈ ആത്മാവിനാലാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പോൾ ഞാൻ പ്രസ്താവിക്കുകയുണ്ടായി പത്രോസിൻ്റെ കാര്യം. പത്രോസ് തൻ്റെ പ്രശ്നത്തെ കാണുന്നിടം വരെ യേശുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് യാത്ര ചെയ്തപ്പോൾ വെള്ളത്തെ നടന്നവനാണ്. ലോക ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ ഏതെങ്കിലും വ്യക്തി വെള്ളത്തിൻ്റെ മീതെ നടന്നിട്ടുണ്ടെങ്കിൽ യേശു കഴിഞ്ഞാൽ പിന്നെ അത് പത്രോസാണ്. എന്നാൽ ഈ പത്രോസ് നീ ആണെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ മീതെ നടക്കട്ടെ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് വന്നാട്ടെ എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ അവൻ വെള്ളത്തിൻ്റെ മീതെ നടന്നു. ഈ തിരമാലകളെയും കാറ്റിനെയും കണ്ട് ഭയപ്പെടുന്നിടം വരെ പുള്ളി നടന്നു വെള്ളത്തിൻ്റെ മുകളിൽ. എന്നാൽ ഇത്രയും യാത്ര ചെയ്തവന്, ഇത്രയും സ്റ്റെപ്പുകൾ വെച്ചവന് കർത്താവിൻ്റെ അടുത്ത് വരെ വേണേൽ ചെല്ലാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ ദൃഷ്ടി യേശുവിൻ്റെ മുഖത്തു നിന്ന് ഈ അടിച്ച് കയറി വരുന്ന വെള്ളത്തെയും അതെ ആഞ്ഞടിക്കുന്ന തിരമാലയെയും കാറ്റിനെയും കണ്ടപ്പോൾ പുള്ളി പേടിച്ചുപോയി. പുള്ളി ഭയന്നപ്പോൾ യേശുവിൻ്റെ മുഖത്ത് ഫോക്കസ് ചെയ്യേണ്ടതിന് പകരം ഫോക്കസ് മാറിപ്പോയി. ആ സമയം പുള്ളി വെള്ളത്തിലേക്ക് താഴുവാൻ തുടങ്ങി. നമ്മുടെ ഫോക്കസ് കർത്താവിലായിരിക്കണം. നമ്മുടെ മുഖം കർത്താവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നെങ്കിൽ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നമുക്ക് നിവർന്നു നിൽപ്പാൻ സാധിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഫിലിപ്പി ലേഖനം 4:6 വായിച്ചാട്ട്. ഫിലിപ്പിയൻ ചാപ്റ്റർ 4 verse 6. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയെ കൊണ്ടുവരരുതെന്നല്ല എൻ്റെ അർത്ഥം. ഓർമ്മ വന്നാൽ ചെയ്യേണ്ടത് അതിൽ ആകുലപ്പെടാതെ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആ ഇഷ്യൂ
കൈമാറി കൊടുക്കേണ്ടതാണ്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹാൻഡ് ഓവർ അവർ പ്രോബ്ലംസ് ഇൻ ദ ഹാൻഡ് ഓഫ് ജീസസ്. നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിന് കൈമാറുക, സമാധാന ചിത്തരായിരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ആരാധന ഒരു ചൂടുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യബോധം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യബോധത്തോടുകൂടി നാം ആരാധിക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് ശക്തി പകരും. നമ്മൾ കാണുന്നുണ്ട് 34 സങ്കീർത്തനം 1 വാക്യത്തിൽ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. വാഴ്ത്തുക എന്ന് പറയുമ്പോൾ അവിടെ സ്തുതിയുണ്ട്, അവിടെ സ്തോത്രമുണ്ട്, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നുണ്ട്, ആരാധന കരയേറ്റുന്നു. അങ്ങനെ ആരാധന കരയേറ്റുന്നു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ട് നാം കാണും. നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവ് കയ്യേൽക്കുകയാണ് ചെയ്യുന്നത്. ഈ പൗലോസിനെയും ശീലാസിനെയും തടങ്കലിലാക്കിയതായിട്ട് നമ്മൾ ചരിത്രത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നു. അവരവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. വേണേൽ അവർ കംപ്ലൈൻറ്റ് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ പൗലോസിന് വേണേൽ പറയാം, ഞാൻ കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണല്ലോ ഇറങ്ങിയത്, ഞാൻ ഒരുപാട് നഷ്ടവും കഷ്ടമൊക്കെ സഹിച്ചാണ് ഇറങ്ങിയത്, എന്നിട്ട് എന്താ എനിക്ക് ഈ പ്രശ്നം, എന്തുകൊണ്ട് ഞാൻ ഈ തല്ലുകൊള്ളുന്നു, ഞാൻ തിന്മയൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ വേണേൽ പൗലോസിന് കംപ്ലൈൻറ്റ് പറയാം ദൈവസന്നിധിയിൽ. ശീലാസിനും വേണേൽ പറയാം, ഞാൻ ദൈവശബ്ദമൊക്കെ കേട്ട് ഈ പൗലോസിൻ്റെ കൂടെ തിരിച്ചതാണ്, ഇപ്പോൾ വേണ്ട തല്ലും കൊണ്ട് ജയിലിൽ കിടക്കുന്നു. വേണേൽ കരയാം, മോങ്ങാം, കംപ്ലൈൻറ്റ് പറയാം. എന്നാൽ അതല്ലല്ലോ അവിടെ നമ്മൾ കാണുന്നത്. അവരെന്ത് ചെയ്തു? അവർ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തുവാൻ തുടങ്ങി, കർത്താവിന് മഹത്വം കരയേറ്റാനിടയായി. അപ്പോഴെന്താണ്, അവരെ ആക്കിയിരിക്കുന്ന ആ തുറുകൽ അല്ലെങ്കിൽ ആ ജയിലിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുകയാണ്, അവരുടെ ചങ്ങലകളൊക്കെ അഴിയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. അപ്പോൾ ആരാധനയിൽ എന്തുണ്ട്? ശക്തിയുണ്ട്, ദൈവിക ചൈതന്യം വെളിപ്പെടും, അവരുടെ ബന്ധനങ്ങൾ അകലുവാൻ ഇടയാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദൈവം ശക്തീകരിക്കുന്ന ദൈവമാണ്, ബലം നൽകുന്ന ദൈവമാണ്. നമ്മൾ പല ചരിത്രങ്ങളിൽ ബൈബിൾ എടുത്ത് നോക്കിയാൽ അത് അത്ഭുതങ്ങൾ, ദൈവത്തിലേക്ക് നോക്കിയവരെ ലജ്ജിപ്പിക്കാത്ത ദൈവമാണെന്നുള്ളതിന് അനേക ഉദാഹരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ ചിന്തിച്ചു ജോസഫിൻ്റെ ചരിത്രം. പാവം ജോസഫ്, നമുക്ക് പാവം എന്നേ പറയാൻ തോന്നുന്നു അവനെ കണ്ട്. ഏറ്റവും ഇളയതെന്ന് പറയാനൊക്കത്തില്ല, ബെന്യാമീന് താഴെയുണ്ട്. എന്നാൽ അപ്പനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ട പുത്രൻ. ഇച്ചിരി സ്പോയിൽ ചെയ്ത് വളർത്തിയതായിരിക്കണം ജോസഫിനെ, കാരണം അല്ലെങ്കിൽ വിശേഷവിധിയായ കോട്ടൊന്നും കൊടുക്കുകയല്ലോ, അല്പം സ്പോയിൽ ചെയ്തു അപ്പൻ. എന്നുള്ളത് ഒഴിച്ചാൽ ജോസഫിൽ ഒരു തെറ്റും കാണുന്നില്ല. ദൈവത്തിൻ്റെ ദർശനങ്ങൾ കാണുന്നവനായിരുന്നു ജോസഫ്. കറ്റകൾ തന്നെ തൻ്റെ കറ്റയെ നമസ്കരിക്കുന്നതൊക്കെ അവൻ കണ്ടതാണ്. അത് പറഞ്ഞു പോയതാണ് അബദ്ധം. അപ്പം തുടങ്ങി അസൂയ മൂത്തപ്പോൾ അവർ പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ട് അവർ ഇസ്മായേല്യർക്ക് വിറ്റു. ചെയ്യപ്പെടാത്ത കുറ്റങ്ങൾക്കൊക്കെ തടവിലായി. സ്തോത്രം. പക്ഷേ ദൈവം കൊടുത്ത ദർശനം തക്ക സമയത്ത് നിറവേറി. അവൻ ഈജിപ്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാലത്തൊരു സൂപ്പർ പവറാണ് ഈജിപ്റ്റ്. ഒരു സൂപ്പർ പവർ ഏറ്റവും വലിയ സൂപ്പർ പവർ ഈജിപ്റ്റാണ്. അതിൻ്റെ പ്രധാനമന്ത്രിയായി തീരത്തക്കവണ്ണം ദൈവം അവനെ ഉയർത്തി. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് നോക്കിയവരെ ലജ്ജിപ്പിക്കുന്നവനല്ല കർത്താവ്. അവരുടെ മുഖം പ്രകാശിതമായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. നമ്മൾ റോമാലേഖനം 8:28 കാണുന്നുണ്ട്, എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കാക്കി പ്രവർത്തിക്കുന്നുവെന്ന്. നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ എന്തിലൂടെയൊക്കെ അവർ കടന്നുപോയാലും ദൈവമാണ് അവരോട് കൂടെ ഇരിക്കുന്നത്. അവരെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് സംശയമില്ല. സ്തോത്രം, മഹത്വം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യെശയ്യാപ്രവചനം എടുത്താട്ട് അതിൻ്റെ 26-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച്. ഐസയ ചാപ്റ്റർ 26 വേഴ്സ് 3. യെശയ്യാവ് 26:3 വായിച്ചാട്ടെ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കുന്നത്. അതെ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട്
നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ സമാധാനമുണ്ട്. നമ്മൾ ആ ബോട്ട് യേശു കിടന്നുറങ്ങിയ ആ പടകിൻ്റെ മേലെ തിരമാലകളും കാറ്റും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം പരവശരായി, നമുക്കറിയാം. എന്നാൽ യേശുവിന് സമാധാനത്തിൽ കിടന്നുറങ്ങുക. യേശു വെറും പൊട്ടന അവിടെ കിടന്ന് ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങാൻ? യേശുവിനെല്ലാം അറിയാം. എന്നാൽ യേശുവിന് എന്തുണ്ട്? സ്ഥിരമാനസനാണ്. മനുഷ്യരുടെ എടുത്തെങ്കിലും ആ സ്ഥിരമാനസൻ സമാധാനത്തിൽ കിടന്നുറങ്ങുക. അതാണ് വ്യത്യാസം. ആ യേശുവിലുള്ള അതേ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകരുമ്പോൾ നമ്മിൽ നിവസിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ യേശു സമാധാനമായി ആ ബോട്ടിൽ കിടന്നുറങ്ങിയതുപോലെ നമുക്ക് കിടന്നിറങ്ങാൻ സാധിക്കും. ഹല്ലേലൂയ. സകലതും നന്മയ്ക്കാക്കി കൂട്ടി വ്യാപരിപ്പിക്കാം എന്നാണ് കർത്താവിൻ്റെ വാഗ്ദത്തം ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ. എബ്രായ ലേഖനം എടുത്ത് അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. ഹീബ്രൂ ചാപ്റ്റർ 12 വേഴ്സ് 2. നമ്മളെവിടെ നമ്മുടെ ഫോക്കസ് ആക്കണം എന്നുള്ളത് അവിടെ കാണാം. ആമേൻ. അപ്പോൾ ലുക്കിംഗ് ആൻഡ് ടു ജീസസ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുയേശുവിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. നമ്മുടെ പ്രശ്നങ്ങളിലായിരിക്കരുത് എന്നുള്ളത് അവിടെ കാണുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള അവൻ എങ്ങനെയുള്ളവനാണ്? ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹീ ഈസ് പവർഫുൾ. അവൻ ശക്തനാണ്. ഹീ ഈസ് ലവിങ്. അവൻ സ്നേഹസമ്പൂർണനാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനായിരിക്കുന്നു. അവൻ സർവത്തിലും ശക്തിയുള്ളവനാണ്. അവൻ സ്നേഹസമ്പൂർണനാണ്. ഈ കർത്താവിലേക്ക് നമ്മുടെ നയനങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നേറുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകാതെ ദൈവം കാത്തുകൊള്ളും. പ്രൈസ് ദ ലോർഡ്. ഈ ജീവിതത്തിൽ തിരമാലയും പ്രശ്നങ്ങളും ഇല്ലാത്ത ആരുമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ ആരെങ്കിലും ഒരു പ്രശ്നം ഇല്ലെന്ന് തോന്നിയാൽ അടുത്ത ദിവസം ഉണ്ടായെന്ന് വരാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആ പ്രശ്നങ്ങൾ എന്തെല്ലാം ആഞ്ഞടിച്ചാലും നമ്മുടെ ദിവസം എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്? പ്രാർത്ഥനയോടുകൂടി എഴുന്നേൽക്കണം. സകലത്തിനും കഴിവുള്ള ഈ ക്രിസ്തുവിൽ ദൃഷ്ടി വെച്ചുകൊണ്ട് നമ്മൾ രാവിലെ പ്രാർത്ഥനാപൂർവ്വം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നവർ എഴുന്നേൽക്കുന്നത് രാവിലെ അല്ലല്ലോ. അവരെപ്പോഴും എഴുന്നേൽക്കുന്നോ ആ സമയത്ത് സ്റ്റാർട്ട് ദ ഡേ വിത്ത് എ പ്രെയർ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ദിവസം ആരംഭിക്കുക. റീഡ് ദ ബൈബിൾ ഡെയിലി. ദൈവവചനം എല്ലാ ദിവസവും ധ്യാനിക്കണം. എല്ലാ ദിവസവും തിരുവചനം ധ്യാനിക്കുവാൻ നമ്മൾ മടികാട്ടരുത്. അത് ദൈവത്തെങ്കിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന വേറൊരു ഘടകമാണ്. പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ദൈവവചന ധ്യാനം നമ്മെ കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ സഹായിക്കുന്നു. എന്ന് മാത്രമല്ല, വർഷിപ്പ് റെഗുലർലി. ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അത് ഞായറാഴ്ച സഭായോഗത്തിന് കടന്നു വരുമ്പം തന്നെയല്ല, നമുക്ക് പാടി ഒറ്റയ്ക്ക് ഇരുന്ന് ആരാധിപ്പാൻ കഴിയും. ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കണം. വർഷിപ്പ് റെഗുലർലി, പതിവാക്കി തീർക്കണം അത് ഓരോ ദിവസവും. ഈ നെഗറ്റീവായിട്ട് നമ്മളെ സ്വാധീനം ചെലുത്താവുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയണം. ദൈവവചനം ദൈവ സാന്നിധ്യം ഒരിക്കലും നമ്മളെ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയില്ല. പ്രശ്നങ്ങളുണ്ടെന്ന് ചുറ്റുപാടി കാണുമ്പം പ്രശ്നത്തെ ശാന്തമാക്കാൻ കഴിവുള്ള കർത്താവിനെയാണ് ബൈബിൾ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അതുപോലെയുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുമെന്നുള്ളതിലേക്കല്ല നാം ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ ഈ പ്രതികൂലങ്ങളെ ശാന്തമാക്കാൻ കഴിയുന്ന കർത്താവിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. പ്രൈസ് ദ ലോർഡ്. അതാണ് നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞിരുന്ന് പോസിറ്റീവായിട്ട് ദൈവവചനത്തിലും കർത്താവായ ക്രിസ്തുവിലും ആശ്രയം വയ്ക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തോൽവികളുണ്ടായിട്ടുണ്ട്. എന്നാൽ ചില വിജയങ്ങളൊക്കെയും ഉണ്ടായിട്ടില്ലേ പല കാലങ്ങളിലും? നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള വിക്ടറികൾ ഓർക്കണം. എന്നും പ്രതികൂലവും എന്നും പരാജയവും തന്നെയല്ലല്ലോ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. നാം വിജയം നമുക്ക് ദൈവം നൽകിയിട്ടുള്ള അനേക സാഹചര്യങ്ങൾ കഴിഞ്ഞ കാല ആത്മീയ ജീവിതത്തിലുണ്ട്. നാം ക്ഷീണിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്നിട്ടുള്ള വിക്ടറികളെ ഓർക്കുന്നുവെങ്കിൽ
നാം പ്രത്യാശ വർദ്ധിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും. മറ്റ് വിശ്വാസികളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഒരാൾ ക്ഷീണിച്ചാലും മറ്റൊരാളുമായി നമ്മളെ ശക്തീകരിക്കും. അതാണ് ഒരുവനേക്കാൾ ഇരുവർ നല്ലത് എന്ന ദൈവവചനം പറയുന്നതിൻ്റെ സാരം. എനിക്കിപ്പോൾ അല്പം ഏതെങ്കിലും വിഷയത്തിൽ എനിക്ക് ഭാരം തോന്നുമെങ്കിൽ ഞാനത് ഒരാളോട് ഷെയർ ചെയ്യുന്നു, ഞാൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും കുറച്ചുകൂടെ പ്രത്യാശയിൽ മുന്നേറുവാനും ഇടയാകും. അപ്പോൾ അതിനെ ഒന്നും നിസ്സാരങ്ങളായി കണക്കാക്കരുത്. നമ്മുടെ വിശ്വാസികളുമായിട്ടുള്ള ഒരു സഹിത്വം, ഒരു ബന്ധം, അവരുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഫോണിൽ കൂടെ ചെയ്യാം. എല്ലാ ദിവസവും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്നെ ഫോണിൽ കൂടെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊരു അവർക്ക് ആത്മീയ സന്തോഷമായിരിക്കുന്നത് പോലെ എനിക്കും അത് ആത്മീയമായി സന്തോഷവും പ്രചോദനവും നൽകുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ഫോക്കസ് എപ്പോഴും പ്രാർത്ഥനയിലൂടെ ആയാലും വചനധ്യാനത്തിലൂടെ ആയാലും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ആ വിക്ടറികൾ ഓർത്തായാലും ഒക്കെ ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മെ ശക്തീകരിക്കും, നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുവാൻ ദൈവം ഇടയാക്കും. ഞാനിന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങൾ ടെമ്പററിയാണ്, താൽക്കാലികമാണ്, അത് മാറിപ്പോവും. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഇതെന്നും ഇങ്ങനെ പ്രശ്നമാണ് എന്ന് ചിന്തിച്ച് നാം നിരാശിതരായി തീരാതെ ഇതിനൊരന്ത്യമുണ്ട്, ദൈവം ഇതിന് പരിഹാരം നൽകുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ പ്രശ്നം ടെമ്പററി ആയിരിക്കുമ്പോൾ തന്നെ ദൈവം നിത്യനാണ്. ആ നിത്യനായ ദൈവത്തെയാണ് നമ്മൾ നോക്കുന്നത്, ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും അഥവാ ഞാൻ ഉദ്ദേശിക്കുന്നത് തിരമാലകളും കാറ്റുകളും ഒക്കെ ആഞ്ഞടിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് ഭക്തനായാലും അഭക്തനായാലും വിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും ഓരോരുത്തരും അവരവരുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ നാം ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഈ കാറ്റും തിരമാലയും ഒക്കെ ആഞ്ഞടിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്തിരിക്കുന്നത് കർത്താവാണ്. കർത്താവ് പറഞ്ഞെന്താ, ഞാൻ എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. തനിക്ക് വേണ്ടി ഹൃദയവാതിലുകളെ തുറന്നു കൊടുക്കുന്നവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ഭയം നമ്മെ കൺട്രോൾ ചെയ്യുവാൻ അനുവദിക്കരുത്. ഭയം നമ്മെ കൺട്രോൾ ചെയ്യുവാൻ നാം വിട്ടുകൊടുക്കാതിരിക്കാൻ സൂക്ഷിക്കണം. സങ്കീർത്തനം 34:4 സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സ്തോത്രം. അപ്പം അവിടെ പറയുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നവനായ കർത്താവ്, സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനായ കർത്താവ്, ഈ കർത്താവിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവനിൽ നമ്മുടെ ഏകാഗ്ര ചിത്തരായിരിക്കുന്നുവെങ്കിൽ ഹൃദയ സമാധാനത്താൽ നിറച്ച് ദൈവം നമ്മെ വഴി നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.